ഹായ് ബിലവട്സ്, വനദുർഗ പ്രതിഷ്ഠയായിട്ടുള്ള ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ 22-നും 23-നും. ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 19-നാണ്. ഉത്സവത്തിൻ്റെ മുന്നോടിയായി അമ്പലം ക്ലീനിങ്ങിനും പെയിൻറ്റിങ്ങിനും വേണ്ടി ഒരു 10 മണിയാകുമ്പോൾ ഫ്രീ ആയിട്ടുള്ളവരെല്ലാവരും അമ്പലത്തിലെത്താൻ തീരുമാനിച്ചിരുന്നു. ഞാനായിരുന്നു ഈ ഉത്സവത്തിൻ്റെ ജനറൽ കൺവീനർ. ഞാൻ ഇവിടെ നിന്ന് പ്രഷർ വാഷറും വീട്ടിലുണ്ടായിരുന്ന പെയിൻറ്റ് ട്രേയും ബ്രഷും മമ്മട്ടിയൊക്കെ ആയിട്ട് പോകാൻ തയ്യാറായി. ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരത്തായിട്ട് അല്പം വിജനതയിലാണ് ഈ അമ്പലം. ആദ്യം ഞാൻ മുണ്ടെടുത്ത് പോകാനാണ് തീരുമാനിച്ചത്. പിന്നീടാണ് ഓർത്തത് മുണ്ടെടുത്താൽ പ്രശ്നമാകും, അവിടെ പോയി പണി ചെയ്യാനുള്ളതല്ലേ. പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവൃത്തി സ്വാതന്ത്ര്യവും കൂടുതലുള്ള ഷോർട്സിലേക്ക് മാറി ഞങ്ങൾ പ്രഷർ വാഷർ ഉപയോഗിച്ച് തകൃതിയായി ക്ലീനിങ് തുടങ്ങി. ഇവിടെ കറണ്ട് കണക്ഷൻ കിട്ടിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. പെയിൻറ്റ് വാങ്ങാൻ വേണ്ടി പുത്തൻകുരിശിൽ ഞായറാഴ്ച തുറക്കുന്ന ഒരേ ഒരു പെയിൻറ്റ് കടയായ ശ്രീഭദ്ര ഹാർഡ്വെയർസ് ആൻഡ് പെയിൻറ്റ്സിൽ നിന്ന് ആവശ്യമുള്ള പെയിൻറ്റ് വാങ്ങി. പിന്നെ അവിടെ കിട്ടാതിരുന്ന വേറൊരു കളർ വീടിനടുത്തുള്ള RCM പിക്കപ്പ് സെൻറ്ററിൽ നിന്ന് വാങ്ങി. ഞായറാഴ്ച ആയിട്ട് പോലും തിലകൻ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഷോപ്പ് തുറന്ന് പെയിൻറ്റ് തന്നു. താങ്ക് യു ചേട്ടാ. മുഴുവനായിട്ട് പെയിൻറ്റിങ്ങിന് ആവശ്യമില്ലായിരുന്നു, ചെറിയൊരു ടച്ചപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും തന്നെ മുഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്ലീനിങ്ങും മറ്റ് പാത്രം കഴുകലും നെൽപ്പറ വഴിപാടിന് വേണ്ടിയുള്ള നെല്ലുണക്കലും ഒക്കെ തകൃതിയായി നടന്നു. അനിയൻ്റെ മോൻ ആച്ചുവിന് ഞങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു താല്പര്യം കൊടുത്തു. ചെറിയൊരു ബ്രഷും പെയിൻറ്റും നല്ല വൃത്തിയായി പെയിൻറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഇതിനിടയിൽ ക്ഷേത്രനടയിൽ സ്വർണം പൂശി. സ്വർണത്തിൻ്റെ വിലയൊന്നും നോക്കിയില്ല. 3 കോട്ട് ഗോൾഡ് ഇമൽഷൻ വെച്ച് പൂശി. പത്രമാറ്റിന് തങ്കത്തിളക്കം നിങ്ങൾ കാണുന്നുണ്ടോ ബിലവേഴ്സ്? അപ്പോഴാണ് അമ്മയും രണ്ടാമത്തെ അനിയനും ചായയ്ക്ക് വേണ്ടി പാലക്കയായിട്ട് വന്നത്. അമ്മ ചായ ഉണ്ടാക്കി. കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയ പപ്പട വടയും അഥവാ പപ്പട ബോളിയും. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേ വരുന്നു തകർപ്പൻ ഇടിമിന്നൽ മഴ. ഇടിമിന്നൽ ശക്തമായപ്പോൾ ഞങ്ങൾ മിന്നൽ രക്ഷാ ജാലകമടച്ച് 10 മിനിറ്റ് ഓഫീസിനുള്ളിൽ കഴിച്ചുകൂട്ടി. അമ്പലനടയിൽ സ്വർണം പൂശിയപ്പോൾ ഓഫീസ് നട ഞങ്ങൾ ചെമ്പ് പൂശി. ബാക്കിയുണ്ടായിരുന്ന കോപ്പർ ഇമൽഷൻ ആദ്യം 1 കോട്ടടിച്ചു. അതിനുശേഷം അത് വീശി ഉണക്കി. പിന്നെ സെക്കൻഡ് കോട്ടടിച്ചു. എന്തിനേറെ പറയുന്നു, 6 മണിക്ക് തുടങ്ങി 7 മണിക്ക് മുൻപായി 3 കോട്ടും അടിച്ച് പെയിൻറ്റും ഉണങ്ങി സെറ്റായി. അങ്ങനെ ഈ വർഷത്തെ പെയിൻറ്റിങ്ങും സെറ്റാക്കി. പിന്നെ അടുത്ത ദിവസം ക്ഷേത്ര പരിസരം വൃത്തിയാക്കാൻ വേണ്ടി ഒരു ഭായിയെയും പിന്നെ കാട് പോലെ വളർന്ന പുല്ലൊക്കെ വെട്ടാൻ 1 മണിക്കൂർ ഒരു മെഷീൻ ഭായിയെയും വിളിച്ചു. എന്തായാലും ഇത്തവണത്തെ പെയിൻറ്റിങ്ങും ക്ലീനിങ്ങും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് തകർത്തു. അമ്മയെ രക്ഷിക്കണേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു ബിലവഡ് ഫോർ വാച്ചിങ്.